അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ സ്റ്റോറി വിടാൻ പിന്നെ പറ്റിയിട്ടില്ല. കാരണം യാത്ര ചെയ്ത് നമ്മൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 10 മണിയൊക്കെ ആയി. പിന്നെ എന്താ പറയുക, ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പലരും ചോദിച്ചു സ്റ്റോറി ഇല്ലേന്നൊക്കെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം. എന്തൊക്കെ തന്നെ നമുക്ക് കൂടുതൽ ഒന്നും പറയാതെ സ്റ്റോറിയിലേക്ക് കടക്കാം കേട്ടോ. ആ യാത്രയിൽ അതാ ഷെഫി ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. യാ റബ്ബേ, അല്ലാ, ഞാൻ എന്താ റഹ്മാനെ ആ കാണുന്നത്? അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അതെ, ആ കണ്ണാടിയിലൂടെ അതാ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് പകുതി അഴിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും അതെ, മുഖമെല്ലാം മറച്ചു തന്നെയാണ്. പക്ഷേ ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഷോൾഡർ ഭാഗം ശരിക്കും ഓപ്പണായി കിടക്കുന്ന ആ ഒരു രംഗമാണ് ഷെഫി ഉസ്താദ് കണ്ടത്. എങ്ങനെ അത് ആ കുട്ടിയോട് പറയുമെന്ന് എനിക്കറിയുന്നില്ല. കാരണം സെഹർ ബത്തൂൽ, അല്ലാ, തെറ്റായ രീതിയിൽ ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പറയാതിരിക്കാനും വയ്യ. എന്താ ഞാൻ ചെയ്യുക? അവൾ എന്തോ ആലോചിച്ചിരിക്കുകയാണോ? റബ്ബേ, എനിക്കറിയുന്നില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഞാനത് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ എൻ്റെ ഉസ്താദ് എന്തുകൊണ്ട് അത് നോക്കിയെന്ന് പറഞ്ഞാൽ അതിനും എന്ത് ഉത്തരം പറയും? റബ്ബേ, എനിക്കറിയുന്നില്ല. ഒരു നിമിഷം ഉസ്താദ് വിളിക്കുന്നു. സെഹർ ബത്തൂൽ. ഉസ്താദ്, അത് പിന്നെ സെഹ്റ. ഉസ്താദിന് അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് തോന്നി. അതെ, ശരിയാണ്, ഇപ്പോൾ ഞാൻ കാണുന്നു. പക്ഷേ അവൾ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അവരുടെ ശരീരം ഒരാളുടെ മുമ്പിലും അവർ പ്രദർശിപ്പിക്കാത്തതാണ്. എന്തിനേറെ മുഖം വരെ അവർ അത്രക്കും മറച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ വരെ സത്യം പറഞ്ഞാൽ ശരിക്കും ബത്തൂലിൻ്റെ മുഖമൊന്നും ശരിക്കും കണ്ടിട്ടില്ല. അല്ലാ, എന്തിപ്പോൾ ഞാൻ ചെയ്യുക? പക്ഷെ ഇത് മുഖമാണെങ്കിൽ ഓക്കെ, ഇതങ്ങനെയല്ല. ഡ്രസ്സ് അല്പം അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അതവൾ അറിയുന്നില്ലേ? എനിക്കറിയുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി അതാ വിളിക്കുന്നു. സെഹർ ബത്തൂൽ. ഉസ്താദ്, അങ്ങ് എന്താണ്? എനിക്ക് സംശയങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശദമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് അങ്ങ് എന്നെ? ബത്തൂൽ, ഞാൻ ഇത് നിന്നോട് എങ്ങനെ പറയുന്നത് എനിക്കറിയുന്നില്ല. ഞാൻ ഈ കണ്ണാടിയിലൂടെ വെറുതെ ഞാൻ വാഹനം വരുന്നത് നോക്കിയപ്പോൾ ബത്തൂൽ, നിന്റെ ഡ്രസ്സ് അല്പം നീങ്ങിപ്പോയിട്ടുണ്ട്. അത് ദയവായി നീ അങ്ങ് മറച്ചേക്കോ. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അല്ലാ. അവൾ വേഗം തന്നെ അവളുടെ നീങ്ങിപ്പോയ ഷാള് എടുത്ത് പുതച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, എൻ്റെ ശരീരം ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിച്ചതായിരുന്നു. ഒരാൾക്കും പോലും അത് ഇല്ല, ഒരാളും കണ്ടിട്ടില്ല, ഒരിക്കലുമില്ല. ഷെഫി ഉസ്താദ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അല്ലാ, അവൾ വിതുമ്പുകയായിരുന്നു. ബത്തൂൽ, കരയണ്ട. ഉസ്താദേ, ഞാൻ എന്ത് ചെയ്യും ഇനി? ഞാൻ അത്രക്കും പടച്ച റബ്ബിനെ പേടിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഒരാളും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉസ്താദേ. സെഹർ ബത്തൂൽ, കരയണ്ട. അറിയാതെയല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും. പക്ഷേ സെഹർ ബത്തൂലിനെ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അതാ ആ വാഹനം അവരുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. പുറത്ത് അറബി നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്ന് അവൾ കരഞ്ഞുകൊണ്ട് ഓടുകയായിരുന്നു തൻ്റെ റൂമിലേക്ക്. അറബി അത് കണ്ട് ഞെട്ടിപ്പോയി. ഒരു നിമിഷം അറബി പകച്ചു. റബ്ബേ, എന്തു പറ്റി? തൻ്റെ മകൾ
അവളുടെ ഡ്രസ്സ് ആകെ കൂട്ടി പിടിച്ചുകൊണ്ടാണല്ലോ ഓടുന്നത്. എന്തു പറ്റി എനിക്കറിയുന്നില്ല. മോളെ ബത്തൂൽ. എന്നാൽ അവൾ വാതിലടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. ഒരു നിമിഷം അറബി ഞെട്ടിത്തെറിച്ചു. അല്ലാ, ഞാൻ വിശ്വസിച്ചാണ് എൻ്റെ മോളെ ഷെഫി ഉസ്താദിൻ്റെ കൂടെ പറഞ്ഞയച്ചത്. അത്രക്കും വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ. ഒരു നിമിഷം അറബിക്ക് എന്ത് ചെയ്യണമെന്ന് ആയിപ്പോയി. അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. നേരെ അതാ ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക്. ഷെഫി ഉസ്താദ് കാറിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഓടിയത്? ഞാൻ റബ്ബേ പറഞ്ഞത് തെറ്റായിപ്പോയോ എന്നുള്ള രീതിയിൽ ഷെഫി ഉസ്താദ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അറബി അതാ അങ്ങോട്ടെത്തുന്നു. യാ ഷെഫി, എൻ്റെ മകൾ എന്തിനാണ് കരഞ്ഞത്? ഷെഫീഖിൻ്റെ ഡ്രസ്സിൽ അറബി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷെഫീഖ്, എൻ്റെ മോൾ എന്തിനാ കരഞ്ഞത്? എൻ്റെ മോളെ എന്താ നീ ഉപദ്രവിച്ചത്? ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. യാ അല്ലാ റബ്ബേ, പഠിച്ചോനെ, ഒരിക്കൽ പോലും അർബ, ഇല്ല, ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഷെഫി, എൻ്റെ മകളെ നീ എന്ത് ചെയ്തു? എൻ്റെ മകൾ എന്തിനാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയത്? അറബി കരഞ്ഞുകൊണ്ടായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് ദേഷ്യവും സങ്കടം കൊണ്ട് വന്നത്. എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചത്? ഷെഫി പറയണം. അതെ, ഷെഫി ഉസ്താദിൻ്റെ കന്തൂറയിൽ മുറുകെ പിടിച്ചിട്ടായിരുന്നു അത് പറഞ്ഞത്. അതെ, ആ കോളറിൻ്റെ ഭാഗത്ത്. പറയണം ഷെഫി, എനിക്കെൻ്റെ കൈകൾ തടിക്കുന്നു, എൻ്റെ ക്ഷമ നശിക്കുന്നു. ഞാൻ നിങ്ങളെ ഇപ്പം തല്ലും, ഉപദ്രവിക്കും, അതുറപ്പാണ്. പറയണം എന്ത് പറ്റിയത്? ഒരു നിമിഷം അർബ, എന്നോട് ക്ഷമിക്കണം, ഞാനൊന്നും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ഇല്ല. എന്നാൽ അറബിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിന് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഷെഫി ഉസ്താദിനെ അതാ പൊതിരെ തല്ലുകയാണ്. ഷെഫി ഉസ്താദ് ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു. അർബ, ഞാനൊന്നും ചെയ്തിട്ടില്ല അർബ. എന്നാൽ ഷെഫി ഉസ്താദിന് അത് വേദനയല്ലായിരുന്നു ആയത്, മറിച്ച് ഷെഫി ഉസ്താദിൻ്റെ മനസ്സാണ് വേദനിച്ചത്. അല്ലാ, എന്ത് കാര്യം കൊണ്ട്? ഞാൻ സാറില്ല, എന്നെ തല്ലിക്കോട്ടെ, പ്രശ്നമല്ല, അതിനേക്കാൾ എത്രയോ വേദനയോ സഹിച്ചതാണ്. പക്ഷെ അറബി എന്നെ മനസ്സിലാക്കണം, അതേ ഉള്ളൂ. അർബ, ഷെഫി, നീ മിണ്ടരുത്, എൻ്റെ പൊന്നു മോളെ നീ. അദ്ദേഹം കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. അത് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുന്നത്. ഷെഫി, തല്ലിയതിന് ക്ഷമ ചോദിക്കുന്നു. ഒരു ഹാഫിളിനെയാണ് ഞാൻ തല്ലിയത്. പക്ഷേ ഷെഫി, എൻ്റെ മകളുടെ ശരീരത്തിൽ ഒരു പോറലേൽപ്പിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹം അത് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു. അറബി അതും പറഞ്ഞ് അകത്തേക്ക് ഓടിച്ചെന്നു. മോളെ, മോളെ, എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? എൻ്റെ മോളെ തലയിലും നിലത്തും വെക്കാതെ ഞാൻ ആറ്റുനോറ്റുണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്തെങ്കിലും ഉപദ്രവിച്ചോ നിൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞ് കരയുകയായിരുന്നു. എന്നാൽ സഹർ ബത്തൂൽ അതെ, തൻ്റെ മാനം നഷ്ടപ്പെട്ട ആ ഒരു വേദനയിലും സങ്കടത്തിലുമായിരുന്നു. റബ്ബേ, ഞാൻ ഇതുവരെയും കാത്തു സൂക്ഷിച്ച എൻ്റെ ശരീരം എൻ്റെ ഉസ്താദ് കണ്ടിരിക്കുന്നു, എൻ്റെ ഉസ്താദ് കണ്ടിരിക്കുന്നു. ഞാൻ എന്താ റബ്ബേ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ്. എന്നാൽ കുറ്റബോധം കൊണ്ട് ഷെഫി ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പഠിച്ചോനെ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, വേണ്ടില്ലായിരുന്നു. ഞാൻ അവളുടെ അവറത്ത് ഒരാളും കാണരുതെന്ന് കരുതിയിട്ടാണ് റബ്ബേ ഞാൻ പറഞ്ഞത് അവളോട്. പക്ഷേ അവൾ അതെ അത്രക്കും സോലിഹായ രീതിയിൽ ജീവിക്കുന്ന കുട്ടിയായിട്ടായിരിക്കും അവൾ അത്രക്കും ടെൻഷനായി ഓടിപ്പോയത്. പക്ഷെ അറബി എന്തോ തെറ്റിദ്ധരിച്ചു. അറബിയുടെ തെറ്റിദ്ധാരണ മാറണം. അല്ലാ, ഇത്രക്കും ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു ചീത്ത പേര് പോലും ഞാൻ കേൾപ്പിച്ചിട്ടില്ല. അല്ലാ, എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല. ഇതുവരേക്കും ഷെഫി ഉസ്താദ് വിതുമ്പി കരയുകയായിരുന്നു.
ഒരു നിമിഷം എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയായി ഷെഫി ഉസ്താദിൻ്റെ അവസ്ഥ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്ന് അള്ളാഹുവിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചു, റഹ്മാനെ, എൻ്റെ നിരപരാധിത്വം നീ തെളിയിക്കണം റഹ്മാനെ. ശരിയാണ്, അദ്ദേഹം ഒരു പിതാവാണ്. തൻ്റെ പൊന്നു മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും സഹിക്കില്ല. ശരിയാണ്, ഒരു പിതാവായിരുന്നെങ്കിൽ ഞാനും ഇതല്ല അതിനപ്പുറം ചെയ്തേനെ. ബത്തൂൽ അവളുടെ ഡ്രസ്സ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞോടി. അതാണ് അദ്ദേഹത്തിന് സംശയം തോന്നിയത്. അതെ, പ്രായപൂർത്തിയായ മകളാണ്, ഒരു യുവാവിൻ്റെ കൂടെയുള്ള യാത്രയാണ്. എന്തൊക്കെയോ അറബി തെറ്റിദ്ധരിച്ചു. റഹ്മാനെ, ആ തെറ്റിദ്ധാരണ നീ മാറ്റിക്കൊടുക്കല്ല. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം എന്നെ ഉപദ്രവിച്ചത്. എനിക്കതിൽ വിഷമമില്ലല്ല. പക്ഷേ ഒരു സങ്കടമുണ്ട്, ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അത് എൻ്റെ പ്രിയപ്പെട്ട അറബിക്ക് ബോധിപ്പിക്കണമല്ല. ദുനിയാവിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പഠിച്ചവനെ, അഥവാ ആ തെറ്റിദ്ധാരണ തെളിയാത്ത രീതിയിലാകുകയാണെങ്കിൽ റബ്ബേ, ഈ ദുനിയാവ് എനിക്ക് പിന്നെ വേണ്ട കേട്ടോ. എന്നെ എടുത്തോണ്ടി എന്നെ കൊണ്ടുപോയിക്കൊണ്ടല്ല, പിന്നെ ദുനിയാവ് വേണ്ട. അല്ലെങ്കിലും എനിക്ക് ദുനിയാവിൽ എന്താ ഉള്ളത്? എൻ്റെ ഉമ്മ ഉണ്ട് എന്നെ സ്നേഹിക്കാൻ, ബാക്കി ആരും ഇല്ലല്ലോ. ഇപ്പോഴിതാ ഈ ഒരു അറബ് നാട്ടിൽ വളരെയധികം സന്തോഷത്തോട് ഹാപ്പിയോടുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ, എൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നല്ലോ. ബത്തൂൽ അതൊന്ന് പറഞ്ഞതെങ്കിൽ തൻ്റെ പിതാവിനോട്. പക്ഷേ ഒരു നിമിഷമെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചത് അത് വല്ലാത്ത വേദനയായിപ്പോയി മനസ്സിന്. റബ്ബേ, നല്ലത് ചെയ്തതാണ് ഞാൻ. നല്ലത് ചെയ്തപ്പോൾ റഹ്മാനെ, സാരല്ല, ആ പിതാവിനെ ഞാനൊരിക്കലും കുറ്റം പറയില്ലല്ലോ. കാരണം അദ്ദേഹം അവളുടെ പിതാവാണ്. അത്രക്കും ദിവസം പൊന്നു പോലെ കാത്തു സൂക്ഷിച്ച മോൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരു പിതാവിനും സഹിക്കൂലല്ലോ. റബ്ബേ, അദ്ദേഹത്തെ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ തെറ്റിദ്ധാരണ മാറ്റണം. എനിക്ക് റബ്ബേ, ഒരു കുറ്റക്കാരനാണ് ഞാനെന്നുള്ള ആ ഒരു ചിന്ത ഒന്ന് മാറ്റി കിട്ടണമല്ല. സുജൂദിൽ കിടന്നുകൊണ്ട് അതാ ഷെഫി ഉസ്താദ് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. എന്നാൽ അറബി ഈ സമയം റൂമിലേക്ക് ചെന്ന് പൊട്ടിക്കരയുകയാണ്. ഭാര്യ ചോദിക്കുന്നു, അർബ, എന്തു പറ്റി? എല്ലാം പോയി. അങ്ങ് എന്തേ പറയുന്നത്? എല്ലാം പോയി. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് വ്യക്തമാക്കാമോ? നമ്മുടെ മോളുടെ ജീവിതം അതൊക്കെ ആരൊക്കെ തട്ടിയെടുത്ത് കളഞ്ഞു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ, അറബിക്ക് ശരിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അതെ, തൻ്റെ പ്രിയപ്പെട്ട മകളെ ഷെഫി ഉസ്താദ് വല്ലതും ചെയ്തു എന്നുവരെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. പാവം ഷെഫി ഉസ്താദ്. അദ്ദേഹം നല്ലൊരു കാര്യം, അതും എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സ് നീങ്ങിപ്പോയപ്പോൾ അതെ, അതവൾ കണ്ടില്ലെന്ന് തോന്നുന്നു. അതെങ്ങാനും ഇറങ്ങുന്ന സമയത്ത് കണ്ടാൽ അത് റബ്ബേ, അതിൻ്റെ കുറ്റം എനിക്ക് കൂടി കിട്ടുമല്ലോ. അതുകൊണ്ട് റഹ്മാനെ, ആരുടെയും കണ്ണ് അവളുടെ ശരീരത്തിൽ തട്ടരുതെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു പോയി. സെഹ്റ, നിൻ്റെ വസ്ത്രം നീങ്ങിയിരിക്കുന്നു, അത് നന്നാക്കൂ എന്നുള്ളത്. പക്ഷേ റബ്ബേ, അത് സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് പടച്ചെറുമ്പിനോട് കരഞ്ഞു പറഞ്ഞു, റഹ്മാനെ, ഞാൻ പോയിക്കോളാം, എനിക്കിവിടെ നിൽക്കണമെന്ന് നിർബന്ധമല്ല. എൻ്റെ ജോലി നഷ്ടപ്പെടാം. അതെ, ഞാൻ നാട്ടിൽ പോയി സാധാരണ രീതിയിൽ ഒരു മദ്രസ അധ്യാപകനായി ജീവിച്ചോളാം. അതൊന്നും കുഴപ്പമില്ലല്ല. ഏത് നിമിഷവും ഞാനിവിടെ നിറങ്ങി വേണ്ടി വരും, അതും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചിലതറിയണം. എന്തുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചത് അറബി? അതും സാരല്ല, ഒരു പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കും. പക്ഷേ തെറ്റിദ്ധാരണ അത് മാറണം. അത് മാറിയിട്ട് ഷെഫി ഉസ്താദ് ഇവിടുന്ന് നാട്ടിലേക്കുള്ളൂ. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അതാ ഓരോ ചിന്തകൾ കടന്നുകൂടുന്നു.
ഒരിക്കലും തെറ്റുകാരന് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. അതെനിക്ക് തെളിയിക്കണം. തെളിയിച്ചിട്ട് എനിക്ക് അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നീ നൽകല്ല. ഷെഫി ഉസ്താദ് പൊട്ടി പൊട്ടി കരഞ്ഞു. ആ രാത്രി ഷെഫി ഉസ്താദിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പടച്ച റബ്ബേ, എൻ്റെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. എനിക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പരീക്ഷിക്കുമെന്നതിൻ്റെ അടുത്ത ഉദാഹരണം കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. റബ്ബേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റഹ്മാനെ, വലിയൊരു കെണിയിൽ ഞാൻ അകപ്പെട്ട് കിടക്കാണ്. എന്നെ നീ രക്ഷിക്ക്. ഷെഫി ഉസ്താദ് പടച്ചിറബിൻ്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിക്കരഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ സ്റ്റോറിയൊക്കെ വിടാത്തതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വിട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റോറിയൊക്കെ മുഴുവനായി കേൾക്കാം. അതുപോലെ കമൻറ്റുകൾ വരുന്നുണ്ട്, എനിക്ക് വീടില്ല, ഒരു വീടുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ആ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അവർക്ക് അല്ലാഹു വീട് നൽകട്ടെ. എത്രയും പെട്ടെന്ന് പണിയൊക്കെ പൂർത്തിയാവട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും നമ്മുടെ സ്റ്റോറിയൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു പൊന്നു മോനുണ്ട്. സംസാരത്തിന് അല്പം ഒരു പ്രശ്നം ഉള്ള ഒരു പൊന്നുമോൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോൻ്റെ സംസാരമൊക്കെ നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ. നല്ല ഹൈറായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഗർഭിണികളായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാം സുഖപ്രസവം പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ എല്ലാ കാര്യത്തിലും നീ ഉന്നത വിജയം നൽകണം. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കുക റഹ്മാനെ. ആമീൻ. വിവാഹം കഴിയാത്ത എത്രയോ ആളുകളുണ്ട്, ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ. അവർക്കൊക്കെ നീ ഹൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. അവസാനമായി അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെടുമ്പോൾ, മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുക റഹ്മാനെ. ഞങ്ങളടുത്ത് നിന്ന് വന്ന എല്ലാ കുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.